UDF-ലെത്താനുള്ള PV അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് തുടക്കത്തിലെ തടസ്സം. ഉദ്ഘാടനം ചെയ്യാൻ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എത്തില്ല. ജാഥയിൽ UDF നേതാക്കളും പങ്കെടുക്കേണ്ടെന്ന് തീരുമാനം. സമാപന സമ്മേളനത്തിൽ ET മുഹമ്മദ് ബഷീർ മുഖ്യാതിഥി. ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യ തകർന്നു. 148 റൺസ് എടുക്കുന്നതിനിടെ 8 വിക്കറ്റുകൾ നഷ്ടമായി. ക്രൂരതയ്ക്കുള്ള ശിക്ഷാവിധി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം CBI കോടതി വിധിച്ചത്. മുൻ MLA കുഞ്ഞിരാമൻ അടക്കം മറ്റു പ്രതികൾക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. വിധിയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പ്രതികരിച്ചു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളും 10, 15 പ്രതികളുമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടത്. മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ അടക്കം മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. പരീക്ഷ കിട്ടിയില്ല, എന്നാലും വിധിയോടെ നമുക്ക് സന്തോഷമുണ്ട്. കോടതിയെ ബഹുമാനിക്കുന്നു. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാരെ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേസിൽ ഉൾപ്പെട്ടിരുന്ന 24 പ്രതികളിൽ 10 പേരെ കുറ്റക്കാരില്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. രാവിലെ വിധി പറയുന്നതിന് തൊട്ടു മുമ്പ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 13 പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടന കേസിൽ പോലും ജീവപര്യന്തമാണ് വിധിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെന്റ് കിട്ടാൻ പറ്റുന്നത്. ന്യൂസ് 18 കൊച്ചി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ വിധി കേട്ടത്. ഇരുവരുടെയും ബന്ധുക്കളെയും കോൺഗ്രസ് പ്രവർത്തകരെയും കൊണ്ട് കല്യോട്ടെ സ്മൃതി മണ്ഡപം നിറഞ്ഞു. വൈകാരിക രംഗങ്ങൾക്കാണ് ആ സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത്. ഇരട്ട ജീവൻ നീ കേരള ഫ്രീ നിന്റെ ലേറ്റാ വരുന്നത് ഫുള്ള് ഫ്രീ കൈ മറിയില്ല നമുക്ക് അങ്ങോട്ടേക്ക്. KV ബൈജു കാസർകോട്ടെ കല്യോട്ട് നിന്ന് ചേർന്നു. ബൈജു, കൃപേഷിന്റെയും ശരത് ലാലിന്റെയും പ്രിയപ്പെട്ടവരെല്ലാം അവിടെ കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ ഈ വിധി പ്രസ്താവം കേൾക്കാനുണ്ടായിരുന്നു. നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് കിട്ടിയെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു പ്രതികരിച്ചവരെല്ലാം. എത്രത്തോളം വികാരനിർഭരമായിരുന്നു അവിടെ ഈ വിധി പ്രസ്താവത്തിന്റെ സമയം?
തീർച്ചയായും ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. ഒരു പക്ഷേ കുടുംബത്തോടൊപ്പം പൊട്ടിക്കരയുന്ന, അതായത് ബന്ധുക്കൾ ഉൾപ്പെടെ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ, അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്തുന്നു സ്മൃതി മണ്ഡപത്തിൽ. അതായത് ശരത്തിന്റെയും കൃപേഷിന്റെയും ആ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു. ഏറ്റവും ഒടുവിലായി കുടുംബം പറഞ്ഞത് പൂർണ്ണമായും ഒരു തൃപ്തിയില്ല, പക്ഷേ ഇരട്ട ജീവപര്യന്തം അത് തങ്ങൾക്ക് തൃപ്തിയുണ്ട്. പക്ഷേ ഇവർ ഇപ്പോഴും പറയുന്നത് 5 വർഷം മാത്രം ശിക്ഷ വിധിച്ചത്, അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ നിയമ നടപടി ഇനിയും തുടരും എന്നതാണ് ഇപ്പോഴത്തെ ഈ വിധിക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിഭാഗവും ഇത്തരത്തിൽ നിയമ പോരാട്ടമായി പോകുന്നു. എന്തായാലും പെരിയ ഇരട്ട കൊലപാതക കേസ് ഇവിടെ അവസാനിക്കുന്നില്ല, അത് ഇനിയും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ. ശരി, ബൈജു ആണ് കല്യോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ഈ വിധി പറഞ്ഞ CBI കോടതി പരിസരത്ത് നിന്ന് അപർണ കുറുപ്പ് ചേരുന്നുണ്ട്. അപർണ, രാഷ്ട്രീയ കേരളം ഈ അടുത്തൊന്നും ഇത്രയേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധി പ്രസ്താവം ഉണ്ടാവില്ല. അത്രയേറെ നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ 6 വർഷത്തിനിടെ ഈ കേസ്. അങ്ങനെ ഒരു കേസിൽ വിധി വരുമ്പോൾ എന്തായിരുന്നു കോടതിയിലെ അന്തരീക്ഷം? തീർച്ചയായിട്ടും വളരെ അത്യന്തം വികാരഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കൃപേഷ് അലൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ കരഞ്ഞുകൊണ്ടാണ് കോടതി വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് ഇതിൽ ഏതായാലും ഒരു നിയമ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ശിക്ഷാവിധി കിട്ടാനില്ല എന്നാണ്. അല്ല, സ്വാഭാവികമായിട്ടും ഞങ്ങളിതിനെ കാണുന്നത് കുറെ കൂടി വൈകാരികമായിട്ടാണല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ അതിക്രൂരമായി ദാരുണമായി കൊല ചെയ്യപ്പെടുക. എന്താ അവർ ചെയ്ത തെറ്റ്? CPM-ൻ്റേതല്ലാത്തൊരു കൊടി പിടിച്ചു എന്നതാണോ? അല്ലെങ്കിൽ CPM-ൻ്റേതല്ലാത്തൊരു കൊടി നാട്ടി എന്നുള്ളതാണോ? ഒരു നാട്ടിൽ CPM-ൻ്റെ പേരിലല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണോ? പൊതുപ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലായാലും CPM-ൻ്റെ കോടതി വിധിച്ചൊരു ശിക്ഷ, ആ ശിക്ഷയുടെ ഉത്തരവാദികളായ ആളുകൾക്ക് കിട്ടേണ്ടുന്നൊരു പരമാവധി ശിക്ഷ കിട്ടിയെന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി പറയുവാൻ കഴിയുന്നില്ല. ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല എന്നും ഈ കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടുള്ളതാണെന്നും ബുദ്ധിമുണ്ട്. പക്ഷേ ഈ കേസിനകത്ത് ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടോ നിയമസഭാ സാമാജികനായിട്ടോ ഒക്കെ സംസാരിക്കുന്നതിനപ്പുറം ആ അമ്മമാരുടെ ഒരു മകൻ്റെ സ്ഥാനത്തെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ തന്നെയാണ്. കാരണം ഇത് അപൂർവമായി പരിഗണിക്കപ്പെടേണ്ടതും ഇനി ഉണ്ടാകാൻ പാടില്ലാത്തതും. രാഹുൽ, കോടതി കൂടുതൽ ജാഗ്രത വേണമെന്നുള്ള ഒരു സാധാരണ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇപ്പോൾ നടത്തി. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതികളാണ്. ഈ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ കേസിൻ്റെ പ്രത്യേകത കൊലപാതകി ഏതാണ്, സർക്കാർ ഏതാണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു കേസാണ്. അത്രമാത്രം ഇൻവോൾവ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ അടക്കമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനൊരു കേസിനകത്ത് നമ്മുടെ ആകെ പ്രതീക്ഷയായ കോടതി, ആ കോടതിയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണ്ടേ? CBI കോടതി ആയതുകൊണ്ട് ആ കോൺഗ്രസ് അങ്ങനൊരു പൊളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞത്. CBIയുടെ അന്വേഷണം വന്നതുകൊണ്ടാണ് കുഞ്ഞിരാമനെതിരായിട്ട് FIR ചുമത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പം സംസ്ഥാന പോലീസും സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചപ്പോൾ ഈ കുഞ്ഞിരാമനെതിരായിട്ട് പരാമർശമില്ലായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കോടതിയോട് ബഹുമാനമുണ്ട്. പക്ഷെ 10 പേരെ വിട്ടയച്ചതിനകത്തും വധശിക്ഷ ലഭിക്കാത്തതിനകത്തുള്ള നിരാശ. നിയമപോരാട്ടവുമായി പോകും വധശിക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നിയമപോരാട്ടം. ശ്രീജ, രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അതാണെന്ന് വ്യക്തമാക്കുന്നു. അത് ഹൈബീഡൻ MP ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത് വധശിക്ഷ വേണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് നിയമപരമായിട്ട് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നില്ല, അതായത് റയറസ്റ്റ് ഓഫ് ദ കേസ് എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രോസിക്യൂഷൻ നമ്മളോട് തന്നെ നടത്തിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്ത് അവർക്കൊരു നിയമ പോരാട്ടത്തിൽ നിന്ന് പിറകേക്ക് പോകാൻ കഴിയുകയില്ല. ഇനി കുടുംബത്തിൻ്റെ പ്രതികരണം, കൃപേഷ് ലാലിൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു, ഒപ്പം ശരത് ലാലിൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു, ഒപ്പം കൃപേഷിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു സങ്കടം, അവർ കുറ്റം പറയുകയല്ല, പക്ഷേ ആ ഒരു സങ്കടം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് നമുക്ക് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര കാലമാണ് നിയമ പോരാട്ടം നടത്തുക? 6 വർഷം. ഇനി ഇരട്ട ജീവപര്യന്തം പറയുമ്പോൾ അതൊരു മിഥ്യയാണെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അതായത് ഒരു 14 വർഷം കഴിഞ്ഞാൽ ഒരു റെമിഷനുള്ള ഒരു സാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ
മുന്നിൽ നിൽക്കും. 6 വർഷം കഴിഞ്ഞു ശിക്ഷ അനുഭവിച്ചിട്ട്. അപ്പോൾ 8 വർഷമാണ് ഇനി ബാക്കിയുള്ളത്. 8 വർഷം കഴിഞ്ഞാൽ ഭരിക്കുന്നത് അത് ഇടത് സർക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരമൊരു റെമിഷനിലേക്ക് കടക്കാൻ കഴിയും. പരോൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ വരികയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇവർ നാട്ടിലിറങ്ങി വന്നാൽ എന്തെല്ലാം കാണിക്കും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൃപേഷിന്റെ അച്ഛൻ അത് നമ്മളോട് ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴും CPM-ന്റെ മുൻ MLA, ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് 5 വർഷം തടവ് എന്നുള്ളൊരു കാര്യം അത് ചെറിയ കാര്യമല്ല. ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട രണ്ടാം പ്രതിയെ ഇറക്കിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൂട്ടിച്ചേർക്കൽ CBIക്ക് പോലും കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് അത് പ്രതിരോധിക്കുക CPM-ന് ബുദ്ധിമുട്ടാണ്. പക്ഷേ പാർട്ടിയുടെ നിലപാട് ഏതറ്റം വരെയും അപ്പീൽ പോകും എന്നുള്ളതാണ്. അതായത് നിയമ പോരാട്ടം ഇരുവശത്തും അവസാനിക്കാത്ത തരത്തിലാണ് പോകുക. നഷ്ടപ്പെട്ട 2 കുടുംബങ്ങളുടെ കണ്ണുനീരും തോരുന്നില്ല. ഈ ശിക്ഷാവിധി പൂർണ്ണമല്ല എന്ന് കല്യോട്ടും ഇവിടെയും ഒരേപോലെ ദുഃഖത്തിലാണ് കുടുംബം പ്രതികരിച്ചത്. ശ്രീജ, അപർണയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വിധി ഇതാണ് ഏറ്റവും നൽകാൻ കഴിയുന്ന ശിക്ഷ എന്ന് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ പോലും വികാരപരമായാണ് കുടുംബാംഗങ്ങളെല്ലാം പ്രതികരിക്കുന്നത്. തൃപ്തിയുണ്ടെന്ന് പറയുമ്പോഴും വധശിക്ഷ അർഹിച്ചിരുന്നു ഈ പ്രതികൾ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ. വധശിക്ഷ കൊടുക്കാമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പക്ഷേ ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ വിഷയമാണ്. 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവപര്യന്തം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. ഈ ശിക്ഷ കുറഞ്ഞതിനെ കൊണ്ട്, ഈ MLA-മാർക്കെല്ലാം കുറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച്, പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഏത് അറ്റം വരെ നമ്മൾ പോവും. ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്കുള്ളത്. പരീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പരീക്ഷ കിട്ടിയില്ല. എന്നാലും വിധിയോടെ നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ ബഹുമാനിക്കുന്നു. തൃപ്തരല്ല എന്ന് പറയാനുള്ള വിധിയല്ല. പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത്. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഓക്കെ, ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാരെ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. പ്രതികളെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. വൈകാതെ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് നടപടികളാണ്. വിധിയെ കോൺഗ്രസ് നേതാക്കൾ സ്വാഗതം ചെയ്തു. എല്ലാ മാർഗവും ഉപയോഗിച്ച് പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക തിരിച്ചടക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. ഈ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് അവർ കൊലപാതകികളാണെന്ന്. ആ കൊലപാതകർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്.
അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും, എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇരട്ട ജീവപര്യന്തത്തിൽ തൃപ്തിയുണ്ടെങ്കിലും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. 4 പ്രതികൾ ഉന്നതന്മാരാണ്. ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി. ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി. 14 പ്രതികൾ 24 പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി. അവരുടെ ശിക്ഷ കൂട്ടാനായി ഞങ്ങൾ എൻഹാൻസ്മെന്റ് അപ്പീൽ കൊടുക്കും. ഈ 4 പേരുടെ ശിക്ഷ കുറഞ്ഞുപോയി. ഇവർക്ക് 5 വർഷം പോരാ, ഇവർക്ക് 12 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ചെയ്ത്. CPM-നേറ്റ തിരിച്ചടിയെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. ഒരു തരത്തിലുള്ള സഹതാപം അർഹിക്കാത്ത പ്രതികളും അർഹിക്കാത്ത കൃത്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മലയാളികളും ആഗ്രഹിച്ചത്. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. അപ്പീലടക്കമുള്ള തുടർ നടപടികൾ കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നായിരുന്നു നേതാക്കളുടെ ആദ്യ പ്രതികരണം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഷർട്ട് വിഷയത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വാമി സച്ചിദാനന്ദ യോഗത്തിൽ പ്രമാണിയാകാൻ പറഞ്ഞതാണെന്നും അതിൽ വലിയ കാര്യമില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ശിവഗിരി മഠവും NSSും തമ്മിൽ തർക്കമുണ്ടായാൽ സ്വാഭാവികമായും മഠത്തിന്റെ പക്ഷം നിൽക്കേണ്ടയാളാണ് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി. എന്നാൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. പ്രത്യേകിച്ച് ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പുള്ളി ആ യോഗത്തിൽ ഒരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. സ്വാമി സച്ചിദാനന്ദയെ അയാളെന്ന് G. സുകുമാരൻ നായർ വിശേഷിപ്പിച്ച അടക്കമുള്ള വിഷയങ്ങളിലും പ്രതികരിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതോടെ പ്രശ്നം അവസാനിച്ചു എന്ന മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. SNDPക്ക് ഒന്നും തോന്നിട്ടില്ല. മഴക്കാരെന്ന് പറഞ്ഞ് അതിന് മറുപടി അതിൻ്റെ സുകുമാരൻ നായർ പറഞ്ഞു. അതിന് മറുപടി മഠവും പറഞ്ഞു. SNDPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. അതിനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് SNDPയും തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു മൊത്തം വാർത്തയില്ല. അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ്. BJPയും CPMും നേർക്കുനേർ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മ വിവാദത്തിലും സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു വെള്ളാപ്പള്ളി. എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ഡിതല്ല. കൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന ഒച്ച വരുന്നതാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യും. ഈ പാവം പിടിച്ച സമുദായത്തിൻ്റെ നേതാവിനോട് ചോദിക്കും ഒരു കാര്യം. അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും. വെള്ളാപ്പള്ളിയുടെ നിലപാടിൽ ശിവഗിരി മഠത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അതേസമയം ഷർട്ട് വിവാദത്തിൽ NSS നിലപാടിനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും K. മുരളീധരനും രംഗത്തെത്തി. ശിവഗിരി മഠം NSS തർക്കത്തിൽ ഇരുവിഭാഗത്തെയും പരാമർശിക്കാതെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ കയറാൻ ഉടുപ്പൂരണമെന്ന നിബന്ധനയിൽ കാലാനുസൃത പരിഷ്കാരം വേണമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ട് മുണ്ടിവിടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റു ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ്. അദ്ദേഹം ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിഷ്കർഷിക്കുകയോ നിർദ്ദേശിക്കുകയോ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലഭേദങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടും. പക്ഷെ അത് ഒരു ആരോഗ്യപരമായ സംവേദനത്തിലൂടെയും ചർച്ചയിലൂടെയും ആയിരിക്കും.
രമേശ് ചെന്നിത്തല NSSന്റെ പുത്രൻ എന്ന സുകുമാരൻ നായരുടെ പരാമർശം കടന്നുപോയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പുത്രൻ അച്ഛന് വേണ്ടി മാത്രമല്ലേ പ്രവർത്തിക്കൂ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം. 11 കൊല്ലം പുറത്തു നിർത്തി ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ച് അകത്ത് കസേരയിരുത്തി. മാത്രമല്ല NSSന്റെ പുത്രനാണെന്നല്ലേ കടന്നുപോയെന്ന് എനിക്ക് തോന്നില്ലേ. NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയത് അങ്ങനെ NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛന് വേണ്ടിയല്ലേ മാം പ്രവർത്തിക്കുള്ളൂ. കടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാവും. രാവിലെ പ്രധാന വേദിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമാവുക. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വേദികളെല്ലാം ഉണരും. 12,000-ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണക്കപ്പ് രാവിലെ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ സ്വീകരിച്ചു. ഇന്ന് വൈകിട്ട് ഘോഷയാത്ര കലോത്സവ നഗരിയിലെത്തും. എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അധ്യാപകരെയും ജനപ്രതിനിധികളെയും ബഹുമാനപ്പെട്ട നമ്മുടെ MLA സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയും ഉണർന്നു കഴിഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്തെ പാചകപ്പുരയിൽ ആഘോഷമായി രാവിലെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ഒരു ഗൃഹനാഥന്റെ ഉത്തരവാദിത്വത്തോടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA നേരത്തെ എത്തി. 10:30 വിദ്യാഭ്യാസ മന്ത്രിയും വന്നു. ആദ്യം വാചകം, അത് കഴിഞ്ഞ് പാചകം. സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞ് പാലുകാച്ചൽ. പ്രമേഹം പേടിയുള്ളവരെ പോലും പ്രലോഭിപ്പിക്കുന്ന പഴയിടം സ്പെഷ്യൽ പായസം കുടിക്കാൻ വൻ തിരക്ക്. ചക്കപ്പഴവും ഗോതമ്പും ഒന്നിച്ച പായസത്തിന്റെ അതിമധുരത്തിൽ ഷുഗറിനോട് വരെ സലാം പറഞ്ഞ് വി ശിവൻകുട്ടി. കഴിച്ച പായസത്തിന് മധുരവും അതിമധുരവുമാണ്. അതിനേക്കാൾ മധുരമായിരിക്കും ഈ വജ്രോത്സവം എന്ന് പറയുന്നത്. പഴയിടം നമ്പൂതിരി ഈ പായസം ഉണ്ടാക്കുന്നതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ കഴിക്കുന്തോറും ധാരാളം കഴിക്കണമെന്നുള്ള ഒരു ആവേശമാണ്. പക്ഷെ നമ്മുടെ ഒരു ഡയബറ്റിക് രോഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ സമ്മതിച്ചില്ല കഴിക്കാൻ വേണ്ടി. കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ പിന്നെ വരാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല പായസമായിരുന്നു. നല്ല ഭക്ഷണം കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് വെട്ടിട്ടുള്ളത്. അത് സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വമ്പൻ സംഘവുമായി എത്തിയ പഴയിടത്തിന് പരുമരം വിശാലമായ അടുക്കള. കലോത്സവ പാചകത്തിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ജൂബിലി പായസം വിളമ്പാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. ഇന്ന് കൊടുത്തത് ഗോതമ്പ് ചക്ക കൂടെ കുടിക്കാം. ചക്കപ്പഴം വരട്ടിട്ട് ഗോതമ്പ് മിക്സ് ചെയ്തിട്ടുള്ള മന്ദിരം പറയരുത് കേട്ടോ. അതൊക്കെ ജൂബിലി പായസം കൊടുക്കാമെന്ന് പറയും. എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം കലോത്സവത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. കാരണം 25 വർഷം തുടർച്ചയായിട്ട് ഒരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നുള്ള ഈശ്വരാധീനവും പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ച എല്ലാ ആൾക്കാരോടുള്ള പ്രാർത്ഥനയും മാത്രമാണ്. കഴിഞ്ഞ തിരുവനന്തപുരം കലോത്സവത്തിൽ വിദ്യാർത്ഥിയും മത്സരാർത്ഥിയുമായിരുന്ന മേയർക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ കലോത്സവം കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നത് അവസാനമായി തിരുവനന്തപുരത്ത് കലോത്സവം നടന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയായിരുന്നു. കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. 2025 ആകുമ്പോൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുക. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബാൻഡായിരുന്നു, കാർമൽ ബാൻഡ് മേളമായിരുന്നു. ഹയർ സെക്കൻഡറി ആയ സമയത്ത് കോട്ടൺ ഹില്ലിൽ നാടക മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് പങ്കെടുത്തത്. തീർച്ചയായിട്ടും എല്ലാം റെഡിയാണ്. ഇനി തുടങ്ങാനുള്ള കാത്തിരിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി വലിയ വിവാദമാവുന്നു. ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളുടെ ഭാവിയെ ഈ തീരുമാനം ബാധിക്കുമെന്നാണ് പരാതി. എറണാകുളം കായികമേളയുടെ സമാപനത്തിലാണ് തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളും കോതമംഗലം മാർ ബേസിലും വിദ്യാർത്ഥികളെ ഇറക്കി പ്രതിഷേധിച്ചത്. അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ തിരുത്തുമെന്ന് ഞാൻ പറയുക. നവംബറിൽ നടന്ന കായികമേളയിൽ സ്കൂളുകളുടെ വിഭാഗത്തിൽ 80 പോയിന്റോടെ ഒന്നാമതെത്തിയത് ഐഡിയൽ EHSS ആണ്. ഔദ്യോഗിക പോയിന്റ് ടേബിളിൽ 44 പോയിന്റോടെ തിരുനാവായ നാവാമുകുന്ദ HSSും 43 പോയിന്റോടെ കോതമംഗലം മാർ ബേസിലുമായിരുന്നു 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. എന്നാൽ 2ാം സ്ഥാനം നൽകിയത് തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിന്. ഇത് ചോദ്യം ചെയ്ത പ്രതിഷേധമാണ് സംഘർഷത്തിനും ഇപ്പോൾ നടപടിക്കും കാരണം.
അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ നടപടി പ്രഖ്യാപിച്ചത്. കായിക താരങ്ങളുടെ അവസരം നിഷേധിക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കായിക മേഖലയിൽ നിന്നും ഉയരുന്നത്. ഈ നടപടി ഒട്ടും ശരിയായതല്ല. അല്ലാതെ പുനർപരിശോധിച്ച് അതിനെ പിള്ളേർക്ക് വീണ്ടും എല്ലാ വർഷങ്ങളിലും തുടരെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാർബേസിൽ മാനേജ്മെന്റ്. സർക്കാർ ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾ അതിന് അഭിപ്രായം പറയാനും ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുമോ? പാടില്ല എന്നോ പാടുണ്ടെന്നോ പറയാൻ പറ്റുമോ? സർക്കാരിന്റെ തീരുമാനം എടുത്തേക്കണേ. എന്നെ ഇതുവരെ ഇല്ല, ഞാനും വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. അനുകൂല തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കായികമേളയ്ക്ക് ശേഷം നടന്ന സ്കൂൾ കലോത്സവങ്ങളിലും ചില സ്കൂളുകൾ കുട്ടികളെ മുൻനിർത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് കായികമേളയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയത്. സ്കൂളുകൾ അപ്പീൽ നൽകിയാൽ ശിക്ഷ കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. PV അൻവറിന്റെ UDF പ്രവേശന നീക്കത്തിൽ അനിശ്ചിതത്വം. വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ അൻവർ പ്രഖ്യാപിച്ച ജനകീയ യാത്രയിൽ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെ UDF നേതാക്കൾ പങ്കെടുക്കില്ല. നേതൃത്വത്തിന്റെ അനുവാദം ലഭിക്കാത്തതാണ് കാരണം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് PV അൻവർ MLA വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരായ ജനകീയ യാത്ര പ്രഖ്യാപിച്ചത്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് കാസിം, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയവർ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലും സമാപന സമ്മേളനത്തിൽ MP ET മുഹമ്മദ് ബഷീറും പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ വിഷയത്തിലെ നിലപാട് UDFന് സ്വീകാര്യമാണെങ്കിലും ഇപ്പോൾ യാത്രയുമായി സഹകരിക്കേണ്ടതില്ല എന്ന വിലയിരുത്തലാണ് UDF നേതൃത്വത്തിനുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ വ്യക്തമാക്കി. അത് പറഞ്ഞു, ഇയാളൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാത്തത്തോളം കാലം നമുക്ക് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല, UDFന് പങ്കെടുക്കാൻ പറ്റില്ല, കോൺഗ്രസിനും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പോകുന്നില്ല എന്ന് വെച്ചത്, മറന്നല്ല. ഇല്ല, ആരും പങ്കെടുക്കില്ല. ജനകീയ യാത്രയിലൂടെ UDFിലേക്കുള്ള തന്റെ കടന്നുവരവ് എളുപ്പത്തിലാക്കാമെന്ന അൻവറിന്റെ കണക്കുകൂട്ടലാണ് പാളിയത്. അൻവറുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു. അതിനെക്കുറിച്ച് ഒരു ആലോചന പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് അത് പാർട്ടി തലത്തിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം. ഏതായാലും KPC പ്രസിഡന്റ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തന്റേത് ഒരു രാഷ്ട്രീയ യാത്രയല്ലെന്ന് PV അൻവർ വിശദീകരിക്കുമ്പോഴും UDF നേതാക്കൾ പിന്മാറുന്നത് രാഷ്ട്രീയമായി അൻവറിന് തിരിച്ചടിയാണ്. ന്യൂസ് 18 മലപ്പുറം. അതേസമയം അൻവറിന്റെ UDF സഹകരണത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. കേരളത്തിലെ നേതാക്കളാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും KC വേണുഗോപാൽ. സംസ്ഥാന BJPയിൽ കലാപം ഒടുങ്ങുന്നില്ല. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിക്കെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് കാണിച്ചാണ് പരാതി. നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രവർത്തകർ തടഞ്ഞുവച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിലെ തർക്കമാണ് നിലവിലെ പോരിന് കാരണം. പല ജില്ലകളിലും മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുവെന്നാണ് പ്രധാന പരാതി. പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്ന തീരുമാനം ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കമാണെന്നാണ് എതിർചേരി ആരോപിക്കുന്നത്. സജീവ പ്രവർത്തകർക്ക് മത്സരിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിയെന്നും കൃഷ്ണദാസ് പക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. വരണാധികാരിയായ നാരായണൻ നമ്പൂതിരിക്കെതിരെ കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവച്ചിരുന്നു. ഏകപക്ഷീയമാണ് തെരഞ്ഞെടുപ്പ് നടപടികളെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കേന്ദ്ര നിരീക്ഷകൻ നേരത്തെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ K സുരേന്ദ്രൻ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് അയക്കുമെന്ന സൂചനയുണ്ടായതിനെ തുടർന്ന് കൃഷ്ണദാസ് വിഭാഗം ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പുകവലിയെ ന്യായീകരിച്ചും എക്സൈസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചും മന്ത്രി സജി ചെറിയാൻ കൂടിയിരുന്ന് പുകവലിച്ചതിന്റെ പേരിൽ കുട്ടികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു. ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളായിരുന്നു MT വാസുദേവൻ നായർ. പ്രതിഭ MLAയുടെ മകനും കൂട്ടുകാർക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുത്ത എക്സൈസ് വകുപ്പിന്റെ നടപടിക്കെതിരെയായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. കുട്ടികൾ കൂട്ടുകൂടത്തില്ല, ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല.
ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതിനാട്ടാ വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നൊരു വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചില കാശിയില്ലോ പുക വലിച്ച് FIR എഴുതി. ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിൽ ഇങ്ങോട്ട് വന്നത്. ഈ ഇരിക്കുന്നവരെ ഓരോരുത്തരും അവരോട് കാണിച്ച പണിയെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പോ വലിച്ച അതിനെന്താ വലിച്ചത് ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. പ്രതിഭാകരയുടെ മോൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൂട്ടിക്കൂട്ടി നിന്നു. അതിന് പ്രതിഭാകരി എന്തുവാ? ഒരു സ്ത്രീയല്ലേ, ഇനി ആ പരിഗണന കൊടുക്കണ്ടേ? തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ഒരുക്കം തുടങ്ങി. മിഷൻ 2025ന്റെ ഭാഗമായാണ് കോഴിക്കോട്ട് വാർഡ് പ്രസിഡന്റുമാരുടെ യോഗം ചേരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കെട്ടിയേൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. 70% സീറ്റുകൾ UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടുമെന്നും KC വേണുഗോപാൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. VP അനിലിനെ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. EN മോഹൻദാസിന് പകരമാണ് അനിൽ സെക്രട്ടറിയാവുന്നത്. അനാരോഗ്യം മൂലം തന്നെ ഒഴിവാക്കണമെന്ന് മോഹൻദാസ് ആവശ്യപ്പെട്ടതായാണ് സൂചന. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു VP അനിൽ. താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 83ാം ദിനത്തിൽ. രമേശ് ചെന്നിത്തല ഇന്ന് സമരപന്തൽ സന്ദർശിച്ചു. ഭൂമി തർക്കത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് കോൺഗ്രസിന്റെയും ആവശ്യം. അതിനിടെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ നായർ നാളെ മുനമ്പം സന്ദർശിക്കും. ഞായറാഴ്ച അദ്ദേഹം വരാപ്പുഴ, കോട്ടപ്പുറം, എറണാകുളം, അങ്കമാലി അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. വൈപ്പിൻ മുതൽ മുനമ്പം വരെ ഏകദേശം 25 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യച്ചങ്ങല. മുനമ്പം പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് രമേശ് ചെന്നിത്തല. പ്രശ്നം സർക്കാർ ഗൌരവത്തിലെടുക്കണമായിരുന്നു. ന്യായം മുനമ്പം നിവാസികളുടെ ഭാഗത്താണ്. നീതിരഹിതമായ നടപടിയാണ് ഉണ്ടാകുന്നത്. നിയമസഭയിൽ മുനമ്പം പ്രശ്നം ഉന്നയിക്കുമെന്നും ചെന്നിത്തല. അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC നടത്തിയ 60 കോടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിലും മറുപടി നൽകാതെ സർക്കാർ. കഴിഞ്ഞ ജൂലൈ 1-നാണ് പ്രതിപക്ഷ MLA-മാർ ധനമന്ത്രിയോട് ചോദ്യമുന്നയിച്ചത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിലയിരുത്തൽ നടക്കുന്നുണ്ടോ? പ്രസ്തുത സ്ഥാപനം അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ? നിക്ഷേപിച്ച തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ? KFC അനിൽ അംബാനിയുടെ കമ്പനിയായ RCFL-ൽ എത്ര തുക നിക്ഷേപിച്ചു? എത്ര പലിശ നിരക്കിൽ നിക്ഷേപിച്ചു? പിന്നീട് എത്ര തുക തിരികെ ലഭിച്ചു? എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യങ്ങൾ. PC വിഷ്ണുനാഥ്, TJ വിനോദ്, M വിൻസെന്റ്, KK രമ എന്നിവരായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. KFC-യുടെ വിവാദ നിക്ഷേപം സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ധനകാര്യമന്ത്രി ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നടന്നത് ബിസിനസ് ഡീലാണെന്നും മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുൻ ധനകാര്യമന്ത്രി തന്നെ വിശദീകരിക്കുമ്പോഴും സംഭവിച്ച നഷ്ടത്തിന് ആരുത്തരവാദിത്തമേൽക്കും എന്നതിൽ ധനകാര്യ വകുപ്പിന് ഇപ്പോഴും മറുപടിയില്ല. PF നിക്ഷേപത്തിൽ വകയിരുത്തിയിരുന്ന തുകയിലെ ഒരു വിഹിതമാണ് KFC അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചതെന്നാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി അടച്ചുപൂട്ടിയതോടെ നഷ്ടപരിഹാരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ വകുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ വരുമാനത്തിലും ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വൻ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 82 കോടി രൂപയുടെ അധിക വരുമാനം ഇത്തവണയുണ്ടായി. മണ്ഡലകാലത്ത് 297 കോടി രൂപയാണ് ശബരിമലയിലെ വരുമാനം. മണ്ഡലകാലത്തെ കണക്കുകളാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. 32,49,756 ഭക്തരാണ് 41 ദിവസം സന്നിധാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 28 ലക്ഷം ഭക്തരാണ് ഇക്കാലയളവിൽ എത്തിയത്. 4 ലക്ഷം പേരുടെ വർധനവ്. ഇവിടെ എത്തിയ ഭക്തരുടെ ആകെ എണ്ണം 32,49,756.
വരുമാനത്തിൽ 82,23,79,781 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ വർഷം 214 കോടി രൂപയായിരുന്നത് ഇത്തവണ 297 കോടി രൂപയായി ആകെ വരുമാനം വർദ്ധിച്ചു. വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ വർധനവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 82 കോടി രൂപയുടെ വരുമാനമാണ്. 82 കോടി രൂപയുടെ വരുമാനമാണ് അധികമായി വന്നിരിക്കുന്നത്. കാണിക്ക ഇനത്തിൽ 13 കോടി രൂപയുടെ വർധനവുണ്ട്. അരവണ, അപ്പം ഉൾപ്പെടെയുള്ള പ്രസാദങ്ങളുടെ വിൽപ്പനയിലൂടെ വരുമാനം കൂടി. കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വരവും കൂടിയിട്ടുണ്ട്. മകരവിളക്ക് സീസൺ കൂടി കണക്കിലെടുക്കുമ്പോൾ വരുമാനം റെക്കോർഡ് പിന്നിടാനാണ് സാധ്യത. ന്യൂസ് 18 സന്നിധാനം. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ ചിലർ എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര സർക്കാർ വലിയ പരിഗണനയാണ് കേരളത്തിന് നൽകുന്നത്. എന്നാൽ അവകാശവാദം ഉന്നയിക്കാൻ എല്ലാവർക്കും അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കയറി വന്നിട്ട് ഞാനാണ് എന്ന് പറയാൻ ഏത് എട്ടുകാലി മമ്മൂഞ്ഞിനും നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു എതിർപ്പും ഉണ്ടാവില്ല. ഇപ്പോഴേതാണ്ട് ആവറേജ് 3000 കോടിയാണ് ഈ കെട്ടിട അല്ലെങ്കിൽ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതോ നവീകരിക്കുന്നതോ അല്ലാതെ തന്നെ ഇതിനെപ്പറ്റി എടുത്തു പറയാൻ, അവകാശവാദം ഉന്നയിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ എമർജൻസി ലാൻഡിംഗ്. ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്ക് വന്ന IX344 വിമാനമാണ് ലാൻഡിംഗ് ഗിയറിലെ ഹൈഡ്രോളിക് പ്രശ്നം കാരണം അടിയന്തരമായി നിലത്തിറക്കിയത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം വിമാനത്താവളത്തിൽ നടത്തിയിരുന്നു. രാവിലെ 8:15 വിമാനം സുരക്ഷിതമായി കരിപ്പൂരിൽ ലാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7230 രൂപ, പവന് 57,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5995, പവന് 47,960 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോ 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ഭവ്യ പാർവതി.